കൊച്ചിയിലെ മിക്ക ജിംനേഷ്യങ്ങളിലും സ്റ്റിറോയിഡുകളും സ്റ്റിറോയിഡ് അടങ്ങിയ പ്രോട്ടീൻ പൌഡറുകളും ഉപയോഗിക്കുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അന്വേഷണം നടത്തിയത്. ഞങ്ങളുടെ ക്യാമറാമാൻ ഉമ്മർ എടപ്പാൾ 2 മാസം കൊണ്ട് ശരീരം പുഷ്ടിപ്പെടുത്തണമെന്ന ആവശ്യവുമായി നഗരത്തിലെ വിവിധ ജിംനേഷ്യങ്ങളെ സമീപിച്ചു. എന്നാൽ 1 മാസം കൊണ്ട് കാര്യം നടത്താമെന്നായിരുന്നു തട്ടിപ്പുകാരുടെ ഉറപ്പ്. അരമണിക്കൂർ ജിംനേഷ്യത്തിൽ വ്യായാമം ചെയ്യുന്നതിനൊപ്പം പ്രോട്ടീൻ പൌഡർ കൂടി കഴിച്ചാൽ എല്ലാം എളുപ്പം. വെയിറ്റിംഗ് ആള് പിന്നെ ജനത്തിക്ക് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ നമുക്ക് കഷ്ടപ്പെട്ട് നമുക്ക് ബോഡി നല്ല രീതിയിലായിട്ട് നല്ല പൈസ ഇല്ല 10,000 വെള്ളം എന്തായാലും വേണമെന്നുണ്ട്. ബോട്ടിൽ മീൻസ് പാക്കറ്റാണ് വരുന്നത്. മാസ്കേനേഴ്സ് എല്ലാം ബിഗ് സൈസ് ആണ് വരുന്നത്. ബിഗ് സൈസ് എന്ന് പറയുമ്പോൾ വാല്യൂ പാക്ക് ആണ് വരുന്നത്. അതെല്ലാം 3 കിലോ ഉണ്ടാവും ഒരു പാക്കറ്റ് എന്ന് പറയുമ്പോൾ. അത് നമുക്ക് 1 മാസത്തേക്ക് 2 നേരം 3 നേരം കഴിക്കുമ്പോൾ 1 മാസത്തേക്ക് ലാവിഷായിട്ട് കഴിക്കാനുണ്ടാവും. 1 മാസത്തിനല്ലേ? അപ്പൊ ഓരോ പാക്കറ്റ് നമ്മൾ കഴിക്കുമ്പോ ഓരോ നമുക്ക് ഫുഡിന്റെ അനുസരിച്ച് നമുക്ക് ബോഡി വെയിറ്റ് 2-3 കിലോ 4 കിലോ വെച്ച് ബോഡി വെയിറ്റ് കയറിക്കോളും. പ്രോട്ടീൻ ഫോർ ബോഡി ബിൽഡിംഗ് എന്ന പേരിൽ മരുന്ന് വിൽക്കുന്ന കടകളും കൊച്ചിയിലുണ്ട്. 2000 രൂപയിലധികം വിലയുണ്ട് ഈ പൌഡറുകൾക്ക്. സ്റ്റിറോയിഡുകൾ അടങ്ങിയ പൌഡർ ഉപയോഗിക്കുന്നത് മാരകമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ആരോഗ്യ വിഭാഗം പറയുന്നു. കിഡ്നി ഫെയിലിയർ ഉണ്ടാവും കാലക്രമേണ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ. അതുപോലെ ലിവർ ഡാമേജ്, ഫാറ്റി ലിവർ, പിന്നെ ഡിപ്രഷൻ, പിന്നെ ഇൻഫെർട്ടിലിറ്റി, അതുപോലെയുള്ള സെക്ഷൽ കംപ്ലൈൻസ് ഇതെല്ലാം ഉണ്ടാക്കാനായിട്ട് ഭാവിയിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഈ സ്റ്റിറോയിഡ് അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻ പൗഡർ ഭാവിയിൽ അങ്ങേയറ്റം ദുരിതമായിട്ട് ബാധിക്കാറുണ്ട്. എന്നാൽ ബോഡി ബിൽഡിംഗിന് ഇത്തരത്തിലുള്ള യാതൊരു പ്രോട്ടീൻ പൌഡറിന്റെയും ആവശ്യമില്ലെന്നാണ് വർഷങ്ങളായി ഈ രംഗത്തുള്ളവർ പറയുന്നത്. സ്റ്റിറോയിഡ് ഉപയോഗിച്ചുണ്ടാക്കുന്ന മസിലുകൾ അധികകാലം നിൽക്കില്ലെന്നും ഇവർ പറയുന്നു. പെട്ടെന്നുള്ള മസിലുകൾ പെരുപ്പിക്കാൻ വേണ്ടി കൈ മസിലും മറ്റോ പെരുപ്പിക്കാൻ വേണ്ടിയിട്ട് മരുന്ന് ഉപയോഗിക്കുന്ന എല്ലാ യുവാക്കളും തന്നെ എല്ലാവരും തന്നെ ഇത് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അത് നിർത്തണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കൊച്ചി നഗരത്തിൽ മാസങ്ങൾക്ക് മുൻപ് നടത്തിയ പരിശോധനയിൽ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് സ്റ്റിറോയിഡുകൾ അടങ്ങിയ ഹെൽത്ത് പൌഡറുകളും മറ്റും കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇതിന്റെ ഉപയോഗം പൂർണ്ണമായും തടയാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അറിവും വിദ്യാഭ്യാസവും ഉണ്ടെന്ന് അവകാശപ്പെടുന്ന മലയാളി ചെറുപ്പക്കാരെയാണ് ഇത്തരം സ്ഥാപനങ്ങൾ എളുപ്പത്തിൽ പറ്റിക്കുന്നത്. പെട്ടെന്ന് മസിൽ പെരുപ്പിക്കാനുള്ള മാർഗങ്ങൾ ആരോഗ്യത്തിന് തന്നെ വെല്ലുവിളിയാകുമെന്ന് നമ്മുടെ ചെറുപ്പക്കാരും ഓർക്കുന്നില്ല. ഉത്തരവാദിത്തപ്പെട്ടവർ ഉചിതമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ആരോഗ്യമുള്ള തലമുറയായിരിക്കും നഷ്ടമാവുക. ക്യാമറാമാൻ ഉമ്മർ എടപ്പാളിനൊപ്പം സന്ധ്യ ലക്ഷ്മണൻ, മീഡിയ 1 കൊച്ചി.